ദേശീയപാതയിലെ ഓടയിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തി 60 ഏക്കർ നെൽകൃഷി നാശത്തിന്റെ വക്കിൽ. കുറ്റിപ്പുറം കടകശ്ശേരി പാടശേഖരത്തിലെ പുഞ്ചകൃഷിയാണ് നശിക്കുന്നത്. ദേശീയപാതയിലെ അഴുക്കുചാലുകളിൽ നിന്ന് മലിനജലമടക്കം വെള്ളം കൂടുതലായി പാടത്തേക്ക് ഒഴുകിയെത്തിയാണ് കൃഷി നശിക്കാൻ കാരണമാകുന്നത്. ആശങ്കയിലാണ് കർഷകർ കഴിയുന്നത്. Celebrate the moments of colors. KMT Silks, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ. ഇതിപ്പോ പുഞ്ചയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുഞ്ചയില് ഒരു മഴ വന്നു കഴിഞ്ഞാല് ഈ കർഷകരുടെ ദുരിതമാണ് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ നെല്ലുകള്, അതേപോലെ വെള്ളം, ഇന്നലത്തെ ഒരു മഴക്ക് വന്ന വെള്ളമാണിത്. ഈ വെള്ളം കാരണം കർഷകർ ഇവിടെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 150 ഏക്കറോളം വരുന്ന പാടശേഖരത്തെ 60 ഏക്കറോളം സ്ഥലത്താണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. ഇവിടേക്കാണ് ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച അഴുക്കുചാലുകളിൽ നിന്നുള്ള മലിനജലമടക്കം ഒഴുകിയെത്തുന്നത്. റോഡ് നവീകരണം പൂർത്തിയായതോടെ മതിരശ്ശേരി റോഡ് മുതൽ അയങ്കലം വരെ വരുന്ന ഭാഗത്തെ വെള്ളം ഡ്രൈനേജിലൂടെ കുത്തിയൊലിച്ച് വെള്ളാഞ്ചേരി പാടശേഖരത്തിലേക്കാണ് എത്തുന്നത്. ഇതുമൂലം 30ഓളം കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇവിടെ നെൽകൃഷി 110 ഏക്കർ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണിത്. ഇതിലിപ്പോ അവിടെ ഒരു ഭാഗത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ട്. ഒരു 2 ദിവസമായി കൊയ്ത്ത് തുടങ്ങിയിട്ട്. പക്ഷെ ഈ ഭാഗത്ത് ഹൈവേയിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് കൊയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇത് ഇവിടെ ഒരു 10-60 ഏക്കർ സ്ഥലം ഇവിടെ കൊയ്യാണ്ട്. പിന്നെ ഈ കെമിക്കലും ഇതൊക്കെ പോലുള്ള വെള്ളമാണ് ഇപ്പോൾ ഹൈവേയിൽ നിന്ന് വരുന്നത്. അത് മല്ലൂർ അമ്പലത്തിന്റെ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നുള്ള കംപ്ലീറ്റ് വെള്ളം ഇപ്പൊ ഈ ഓവിൽ കൂടെ ഇവിടെ വന്ന് ചാടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നെല്ലുണ്ടാക്കിയിട്ട് കൊയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നത്. സ്വർണ്ണാഭരണങ്ങളടക്കം പണയപ്പെടുത്തിയും കടം വാങ്ങിയും കൃഷിയിറക്കിയ പല കർഷകരുടെയും നെഞ്ചിൽ തീയാണിപ്പോൾ. വേനൽമഴയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുത്തിയൊലിച്ചെത്തിയതോടെ സ്ഥലത്ത് മുട്ടിനൊപ്പം വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. ഇതുമൂലം 60 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കൊയ്തെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് കർഷകർ. കാലങ്ങളായിട്ട് ഇവിടെ നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന കാലഘട്ടത്തിലൊന്നും ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ തകർച്ചയുണ്ടായിട്ടില്ല കൃഷിക്കാർക്ക്. ഇപ്പൊ ഈ ഹൈവേയുടെ വികസനത്തിന് ഇവരാരും എതിരല്ല, ഈ കൃഷിക്കാർ നിങ്ങളാരും എതിരല്ല അവര്. അപ്പൊ ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് മിനി പമ്പട അവിടെ നിന്ന് വരുന്ന വെള്ളം മാത്രമല്ല, മീനിന്റെ വേസ്റ്റ് വരെ വെള്ളം ഇവിടെ ഒഴിവാക്കി പോകുന്നുണ്ട്. എറണാകുളം തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബാത്റൂമിലെ വെള്ളം വരെ ഇവിടെ കൊടുന്ന് ഒഴിവാക്കി ഇതിലേക്ക് ഒഴുകി വരിക. അങ്ങനെ ഈ കൃഷിക്കാർ പണ്ടം പണയം വെച്ചും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചും 3-4 മാസത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പൊ ഈ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉണ്ടായി, കർഷകർ ഒത്തൊരുമയോടുകൂടെ അത് കൈകാര്യം ചെയ്തു പോയതാ. ഇത് രണ്ടാമതും ആവർത്തിക്കുക. പാടശേഖരത്തെ മറ്റു പ്രദേശങ്ങളിൽ കൊയ്ത്ത് പുരോഗമിക്കുന്നുമുണ്ട്. വേനൽമഴ തുടർന്നാൽ വീണ്ടും വെള്ളമുയരുകയും നെൽക്കതിരുകൾ മുളച്ച് നാശമാകുകയും ചെയ്യും. മുളച്ച നെല്ല് ഏജൻസികൾ എടുക്കാത്തതിനാൽ നഷ്ടം പറഞ്ഞറിയിക്കാനുമാകില്ല. കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷിയിറക്കിയ കർഷകരെ ഇത് പ്രതിസന്ധിയിലാക്കും. ഈ ദുരിതത്തിന് അധികൃതർ ശാസ്ത്രീയമായ പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ, കുറ്റിപ്പുറം.